ഹായ് ഗൈസ്. അപ്പൊ നമ്മള് കണ്ണൂരത്തെ സെക്കൻഡ് കല്യാണത്തിന് പോവാണ്. ഫസ്റ്റ് കല്യാണത്തിന്റെ മാതിരി ആവരുതെന്നുള്ളൂ. ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. നല്ല ഫുഡ് ആയിരിക്കുന്നു പ്രതീക്ഷയോട് പോവാണ്. യെസ്, നോക്കാം. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകും. ബൈ. ഇച്ചാതി ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ഇതാ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് കയറുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ് ഗൈസ്. നമ്മൾ പോവാണ്. നമ്മൾ ആര് കല്യാണത്തിന്? ഹരിതന്റെ ഏട്ടന്റെ കല്യാണത്തിന് പോവാണ് ഗൈസ്. പിന്നെ ചിലപ്പോൾ മോരൊടിക്കാൻ പോകും. ഓക്കെ, ഈ കയറ്റം കയറലാണ് ഏറ്റവും വലിയ ടാസ്ക് ഗൈസ്. നെക്സ്റ്റ് പരിപാടി, നെക്സ്റ്റ് പ്രോഗ്രാം. ഇവിടെ ഹാദി ഇടിവെട്ട ഐക്യത്തിൽ ഇറങ്ങിക്കുന്നു. ആദ്യം വേറെ തന്നെ ലുക്കാണ് ഗൈസ്. ഹാദി കണ്ടോ പോണത് സദ്യ കഴിക്കാൻ. അവിടെ നിന്ന് ഇഞ്ചാതി ഡയലോഗൊക്കെ പറഞ്ഞ് എല്ലാതും നേരെ ഫ്രണ്ടിൽ ചെന്നൊന്ന് നമ്മൾ സിംഗത്തിനെ വെയിറ്റ് ചെയ്യണം, മിസിരിനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവൾ വണ്ടി എടുത്ത് വരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഷാനു അവിടെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മളെ വരാനിരിക്കുന്ന മാനേജ്മെൻറ്റ് ഫെസ്റ്റിൻ്റെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അതിൽ ഹനാന വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹനാനെ പറ്റിയിട്ടുള്ള നമ്മളെ ഏട്ടൻ്റെ അഭിപ്രായങ്ങളൊക്കെ കുട്ടി നല്ല രീതിയിൽ ചോദിക്കുന്നുണ്ട്. അതിനെ പോലുള്ള ഒരു പെണ്ണിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആദ്യവിടെ കൊറിയൻ. ദിസ് ഈസ് കൊറിയൻ. ഇവിടെ വാ അർവ കാണട്ടെ. അതെ അതെ അതെ. അങ്ങനെ മിസിരി വന്നിട്ടുണ്ട് ഗൈസ്. ഫൈനലി ഞങ്ങളെ ആര് വരുന്നുണ്ട്? മിസിരി സിംഗം. വരുന്നുണ്ട്. അങ്ങനെ കാറൊക്കെ വന്നു, നമ്മളെല്ലാവരും കുത്തി നിറച്ച് അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി പോവുക എന്നുള്ളതാണ്. അപ്പൊ ഗൈസ് ഞങ്ങൾ നമ്മള് കല്യാണത്തിന് പോയിക്കൊണ്ട് നിക്കാണ്. അപ്പൊ ഗൈസ് ഇന്ന് റിപ്പബ്ലിക് ആണ്. അപ്പൊ നമ്മൾ റിപ്പബ്ലിക്കിന്റെ പാട്ടാണ്. അങ്ങനെ പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുകയാണ് കല്യാണത്തിന്. ഇത് നമ്മുടെ കണ്ണൂർ വന്നിട്ടുള്ള രണ്ടാമത്തെ കല്യാണമാണ്. ഫസ്റ്റ് കല്യാണം അടാറ് ഫ്ലോപ്പായിരുന്നു, വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. ഇത് സെക്കൻഡ് നമ്മൾ കല്യാണത്തിൻ്റെ റിസപ്ഷനാണ് പോകുന്നത്. കല്യാണം കൂടിയിട്ടുണ്ടായിരുന്നില്ല, മോർണിംഗ് ആയിരുന്നു താലികെട്ട്. ഈവനിങ് ആണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താവും നോക്കാം. മോന്റെ രണ്ട് സൈഡ് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഗൈസ് ലൊക്കേഷൻ എത്തി. ഞങ്ങൾ എത്തിയ സ്ഥലമാണിത്, റിസപ്ഷന്റെ സ്ഥലം. കണ്ടോ ഗൈസ്? ആ ഫസ്റ്റ് ജസ്റ്റ് ഇതല്ല സ്ഥലോ. ബിരിയാണി ഒക്കെ അങ്ങനെ നമ്മൾ എത്തിയ ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് പണി പാളിയിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ പോകാനുള്ള സിന്ദൂരനെ വിളിച്ച് ചോദിക്കുകയാണ് ഇപ്പം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് അറവൻ്റെ കണ്ണിൻ്റെ ബ്ലിങ്ങിങ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന. അത് കഴിഞ്ഞ് ഏകദേശം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ വിളിച്ച് ചോദിച്ചത് ആ ലൊക്കേഷനിലോട്ട് പോകാനുള്ളതാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ ഒരു കല്യാണം ഉള്ളത് അറിയോ? ഒരുവിധം അഡ്രസ് കിട്ടിയിട്ടുണ്ട്. ചോദിച്ച് ഇവിടെ ഇഷ വിശന്ന് പണിയേക്കണ്. ഇഷ എനിക്ക് എന്താന്ന് പറയുന്നത്? ചായ വേണമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ നിലവില് മതി നമുക്ക് പോവാനുള്ള വഴി. സിന്ദൂര പറഞ്ഞ ടാങ്ക് കാണാനില്ല ഗൈസ്. അതുപോലെ
നമ്മളെ മണ്ണ് റോഡ് കാണാനും ഇല്ല. ഇതാണ് ഓള് പറഞ്ഞ മണ്ണ് റോഡ്, പക്ഷേ ടാറായി മാറി ഗൈസ്. ചെമ്പരത്തിയൊക്കെ ഉണ്ട്. ചെറുപ്പത്തിലേ തോന്നുന്നു ഞങ്ങൾ മൺറോഡ് കൂടെ പോയിക്കൊണ്ട് എന്നിട്ട് ഫൈനലി ഒരുവിധം നമ്മൾ കല്യാണം റിസപ്ഷൻ നടക്കുന്ന ലൊക്കേഷൻ കണ്ടുപിടിച്ചു, എത്തിയിട്ടുണ്ട്. വണ്ടി നമ്മളൊരു വീടിൻ്റെ ഫ്രണ്ടിൽ കയറ്റി നിർത്തി പാർക്ക് ചെയ്തേക്കുവാണ്. അപ്പോൾ ഒരുവിധം എല്ലാവരും ഇതിൽ നമ്മളെ കൂടെ ഉള്ളവരൊക്കെ വിശന്നിട്ടുള്ള ഏകദേശം 4-4:30 കഴിഞ്ഞിട്ടുണ്ട്. ചായ കുടിച്ചിട്ടില്ല ആരും. അതിൻ്റേതായിട്ടുള്ള വിശപ്പുണ്ട്. വിശക്കുന്നതെന്നുള്ള കോലാഹലമാണ് അവളെ കിടന്ന് കാട്ടിക്കൂട്ടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഷാന് നന്നായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അവളെ. ഇതാ ഫ്രണ്ടിൽ പരിപാടിയാണെന്ന് പറഞ്ഞ് അർവാജി മുന്നിൽ പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൻ്റെ ബാക്കിൽ തന്നെ അൽഫി പിന്നാലെ കൂടിയിട്ടുണ്ട്. ഒരുവിധം അവിടെ നിന്ന് നമ്മൾ പാർക്ക് ചെയ്തോടുന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടക്കാനുണ്ട്, ലൊക്കേഷനിലോട്ട്, പരിപാടി നടക്കുന്ന ലൊക്കേഷനിലോട്ട്. നമ്മൾ കഥയൊക്കെ പറഞ്ഞ് സിംഗം എന്തൊക്കെയോ പറയുന്നുണ്ട്. എല്ലാം കൂടെ നമ്മൾ ഒരുവിധം തപ്പിപ്പിടിച്ച് ഒരുവിധം നമ്മൾ അവിടെ പാട്ടൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സംഭവം നല്ല രസമുണ്ട് കേൾക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബാക്കിൽ നിന്ന് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. കല്യാണം മനസ്സിലായിട്ടില്ല. പെണ്ണിന്റെ വീടാണോ ചെക്കന്റെ വീടാണോ മനസ്സിലാത്ത അവസ്ഥ. കോഴിക്കോട് നിന്ന് നേരെ തല തിരിഞ്ഞിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ ഫുൾ ഇത് കണ്ണൂരുകാരിയാണ്. രണ്ടാക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താ അവസ്ഥ എന്നുള്ളത്. കണ്ണൂർ കല്യാണത്തിന് രണ്ടാമത് വന്നു. ഈ ജന്തല്ലേ ക്ലാസ്സിൽ സൈലന്റ്? കോമഡി ഉണ്ട്. ക്ലാസ്സിൽ സൈലന്റ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഹരിത വീട്ടിലെത്തിയപ്പോ മാളുക്കുട്ടിയായി. വയലൻസ് സോണൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാവരും അടങ്ങിയൊതുങ്ങിയൊരു ഭാഗത്തിരിക്കുന്നുണ്ട്. നേരെ മാളുക്കുട്ടി നമ്മൾ രണ്ടാമത് കൊണ്ടുപോയത് ഫുഡ് കൗണ്ടറിലോട്ടാണ്. സിംഗം പേപ്പറൊക്കെ വിരിച്ച് സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. ടീം അപ്പുറത്തിരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഒരു അടിപൊളി ഫുഡൊക്കെ കഴിച്ച് റിട്ടേൺ നമ്മളവളെ ഏട്ടനെയും ചേച്ചീനൊക്കെ കണ്ട് വിഷ് ചെയ്ത് ആ ഒരു ക്ലിപ്പ് ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ വിഷ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു റിട്ടേൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ നമുക്ക് റിട്ടേൺ ആയിട്ട് വരുന്ന വഴിക്ക് നമുക്കൊരു ചെറിയൊരു ഷോപ്പിലൂടെ കയറാനുണ്ട്, കയറിയിട്ടുണ്ടായിരുന്നു. അതിനെ കൊണ്ടൊക്കെ തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഹോസ്റ്റലിൽ തിരിച്ച് പെട്ടെന്ന് കയറാനുള്ളതുകൊണ്ട് വേഗം കുഴപ്പമില്ല. നമ്മൾ തിരിച്ച് ഹോസ്റ്റല് നല്ല പേര്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് ഒരു ചായക്കടയിൽ ഇരുന്ന് കുറച്ച് നേരം പാട്ടൊക്കെ കഴിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് റിട്ടേൺ നമ്മൾ ഹോസ്റ്റലിലോട്ട് പോവുകയാണ്.